നിതീഷ് കുമാർ കടുത്ത അതിർത്തിയിൽ. NDA വിടാൻ ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. BJP ബീഹാർ അധ്യക്ഷന് നിതീഷ് കുമാർ കടുത്ത ഭാഷയിൽ താക്കീത് നൽകി. മോദിയും ഷായും വിയർക്കുന്നു. നിതീഷിനെ NDAയിൽ എങ്ങനെയും പിടിച്ചു നിർത്താൻ BJPയുടെ വലിയ നേതാക്കൾ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. നിതീഷിന്റെ എല്ലാ ആവശ്യവും സ്വീകരിക്കാം എന്ന ഓഫർ. അതെ, കേട്ടത് ശരിയാണ്. നിതീഷ് വളരെ അരിശത്തിലാണ് BJPയോടും BJP ഹൈക്കമാൻഡിനോടും. NDA ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തതായാണ് വിവരം. JDUവിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് തിരക്കിട്ട് നിതീഷ് ഡൽഹിയിൽ വിളിച്ചുകൂട്ടി. അതിൽ പ്രധാന ആവശ്യം ഉടനെ തന്നെ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്നായിരുന്നു. അതുപോലെ അതീവ പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം ഉയർത്തണമെന്നും റെസൊല്യൂഷൻ പാസാക്കി. 12 MPമാരുള്ള JDUവിന്റെ പിന്തുണ BJPക്ക് വളരെ നിർണായകമാണ്. നിതീഷ് പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ളവനാണെന്നാണ് പ്രധാന JDU നേതാക്കളുടെ അഭിപ്രായം. ഏത് തീരുമാനമെടുക്കുന്നതിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിതീഷിനെ ചുമതലപ്പെടുത്തി. ഉടനെ തന്നെ വലിയ തീരുമാനം ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. BJP നേതാവ് അശ്നി ചൗബയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഉടനടി ഈ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. അദ്ദേഹം പറഞ്ഞത് 2025 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, മറിച്ച് BJPയുടെ നേതൃത്വത്തിലാവും തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. BJP ആകെയുള്ള 243 സീറ്റിൽ 150 സീറ്റുകളിൽ മത്സരിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമായ 122 സീറ്റുകൾ BJPക്ക് നേടാനാവും. നിതീഷിന്റെ പാർട്ടിക്ക് പരമാവധി 70 സീറ്റുകളിൽ കൂടുതൽ നൽകില്ല. ഇതിന് കനത്ത മറുപടിയാണ് JDU നൽകിയത്. ബീഹാറിലെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന BJPക്ക് ഡൽഹിയിലെ കസേരയാക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാണ് JDUവിന്റെ നേതാക്കൾ പറഞ്ഞത്. BJPക്ക് JDUവിനോട് കടപ്പാടില്ലെങ്കിൽ JDUവിന് BJPയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതറിഞ്ഞ BJP എങ്ങനെയും നിതീഷിനെ അനുനയിപ്പിക്കാൻ നെട്ടോട്ടം ഓടുകയാണ്. നിതീഷ് പാറ്റ്നയിൽ നിന്നും ഡൽഹിക്ക് പോകാനൊരുങ്ങുമ്പോൾ ബീഹാർ ഉപമുഖ്യമന്ത്രിയും ബീഹാർ BJP അധ്യക്ഷനുമായ സമ്രാട് ചൗധരി ഉടനെ പോയി നിതീഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അടച്ചിട്ട മുറിയിൽ 1 മണിക്കൂർ അദ്ദേഹവുമായി ചർച്ച നടത്തി. നിതീഷ് കടുത്ത ഭാഷയിലാണ് സംസാരിച്ചത്. സമ്രാട് ചൗധരി ഒന്നും മിണ്ടാതെ ഇത് കേട്ടിരുന്നു. അദ്ദേഹം നിതീഷിന് ഉറപ്പ് നൽകി ബീഹാറിന്റെ മുഖ്യമന്ത്രി പദം നിതീഷിനാണ്, അതിൽ ഒരു തർക്കവുമില്ല. എത്ര നാൾ നിതീഷ് മുഖ്യമന്ത്രിയായി തുടരാൻ ആഗ്രഹിക്കുന്നോ അത്രയും നാൾ നിതീഷിന് തുടരാം. 2025 ബീഹാറിൽ നിതീഷിന്റെ നേതൃത്വത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നേരിടും എന്ന് വാക്ക് നൽകി. എന്നാൽ നിതീഷിന് ഇപ്പോൾ BJPയിലും അതിന്റെ നേതാക്കളിലും വിശ്വാസമില്ല. ഡൽഹിയിൽ നടന്ന എക്സിക്യൂട്ടീവിൽ NDA വിടുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. എന്നാൽ JDUവിന്റെ നേതാക്കൾ പറയുന്നത് പുറമെ കാണിക്കുന്നില്ലെന്നേയുള്ളൂ, വരും നാളുകളിൽ വലിയ കൊടുങ്കാറ്റുണ്ടാവാം എന്നാണ്. അതുപോലെ അവർ കൂട്ടിച്ചേർത്തു, ഇന്ത്യ മുന്നണിയിൽ നിന്നും അവർക്ക് വലിയ ഓഫർ കിട്ടിയിട്ടുണ്ടെന്നും ബീഹാറിന്റെ വികസനത്തിനായുള്ള ഏതാവശ്യവും അനുവദിക്കാമെന്ന് ഇന്ത്യ മുന്നണി അവർക്ക് ഉറപ്പു നൽകിയെന്നും. കാര്യങ്ങൾ ഇക്കണക്കിനാണെങ്കിൽ ND മുന്നണിയുടെ ദുർഭരണത്തിന് അധികം ആയുസ്സുണ്ടാവില്ല.